എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നേവിയുടെ 2 വാർഷിപ്പ് ആയിരിക്കും കാണിക്കുക. അതിൽ സുറു എന്ന് പേരുള്ള ആ ഒരു ഗ്രാൻഡ്മ അവരാണെങ്കിൽ ഒരുപാട് നേവി സോൾജിയേഴ്സുമായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരുടെ ലക്ഷ്യം അത് മറ്റാരുമല്ല, ഡോഫ്ലമിംഗോ. ഉടനെ DS പൈററ്റ്സ് ഉള്ള ഭാഗത്ത് നിന്ന് ഇപ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. DS പൈററ്റ്സ് ഒരു മിനിയാൻ ഐലാൻഡിലുണ്ട് എന്നൊരു ഇൻഫർമേഷൻ വരികയാണ്. ഉടനെ അവരെല്ലാവരും ഇപ്പോൾ അലേർട്ട് ആവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഡോഫ്ലമിംഗോയുടെ ബ്രദർ അവനാണെങ്കിൽ ഇപ്പോൾ ട്രഫാൽഗർ ലോയെ തൂക്കിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് എവിടേക്കോ നടന്നു പോവാണ്. ആ പൈററ്റ്സ് ഉണ്ടായിരുന്ന സ്ഥലം മുഴുവൻ അങ്ങനെ തീയിൽ കത്തിയെരിയാണ്. ഇവിടെ ആ ഡയാസ് പൈററ്റ് അവനാണെങ്കിൽ ഇപ്പൊ ബോധമില്ല. അവന്റെ അസിസ്റ്റൻസ് അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ ബോധം പോയി അവൻ അങ്ങനെ കിടക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബ്രദറും ട്രഫാൽഗർ ലോയും അവർ രണ്ടുപേരും ഒരുപാട് ദൂരത്തായിട്ട് ഒരു സേഫായ സ്ഥലത്തേക്ക് വരും. ബ്രോ ആണെങ്കിൽ ആ ഡെവിൾ ഫ്രൂട്ട് അവന് കാണിച്ചു കൊടുക്കും. നമ്മളുടെ കഷ്ടപ്പാട് അത് ഇന്നു മുതൽ ഇവിടെ വെച്ച് തീരുകയാണ്. ഈ ഡെവിൾ ഫ്രൂട്ട് അതിന് നിനക്ക് സ്വന്തം. എത്രയും വേഗം ഇതുപയോഗിച്ച് നിനക്ക് നിന്റെ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്ന് ആള് പറയും. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ചുറ്റും നോക്കും. അവൻ ബ്രോയോട് ചോദിക്കും, സത്യത്തില് അവിടെ എന്താ നടന്നേ? ഞാൻ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ബ്രോ പറയും, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഡെവിൾ ഫ്രൂട്ട് അത് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഇനി നീ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഡെവിൾ ഫ്രൂട്ട് ആണെങ്കിൽ ട്രഫാൽഗർ ലോയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ അത് കഴിക്കാനായിട്ട് അല്പം ഒന്ന് വിസമ്മതിക്കും. അതിന് ബ്രോ ആണെങ്കിൽ ആ ഫ്രൂട്ട് മുഴുവനായിട്ടും അവന്റെ വായിലേക്ക് കുത്തി അങ്ങോട്ട് കയറ്റും. ഗത്യന്തരമില്ലാതെ അവനിപ്പോൾ ആ ഫ്രൂട്ട് കഴിച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ ബോഡിയിൽ എന്തൊക്കെയോ ചേഞ്ച് തോന്നും. അയ്യോ ഇല്ല, ഈ ഡെവിൾ ഫ്രൂട്ട് കഴിക്കാൻ സത്യത്തില് ഞാൻ ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് ട്രഫാൽഗർ ലോ ആണെങ്കിൽ വല്ലാതെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ബ്രോ ആളങ്ങനെ തളർന്ന് താഴേക്ക് വീഴും. ഇനി എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനോ സഹായിക്കാനോ ഒരുപക്ഷെ കഴിയില്ല. സോ നീ തന്നെ നിന്നെ ഇനി പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആളുടെ ബോധം അതങ്ങനെ പതിയെ മറയാണ്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ടെൻഷനായിട്ട് ആളെ നോക്കും. അപ്പൊ ട്രഫാൽഗർ ലോ കാണും അവന്റെ ബോഡി മുഴുവൻ ഒരുപാട് രക്തം. ലാസ്റ്റ് ഫൈറ്റിൽ അവരുടെ ബോഡിയിൽ ഒരുപാട് ബുള്ളറ്റ്സ് കൊണ്ടിരുന്നു. ട്രഫാൽഗർ ലോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും രക്തം പുറത്തേക്ക് വാർന്നൊലിയുന്നത് അത് തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് അതിനാവില്ല. ബ്രോ ആണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് അവനെ സമാധാനിപ്പിക്കും. നീ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എത്രയും വേഗം നിനക്ക് കിട്ടിയ ഈ ഒരു പവർ അതുപയോഗിച്ച് നീ നിന്നെ തന്നെ ക്യൂർ ചെയ്യണം. ഇതൊരു മാജിക് ഒന്നുമല്ല, നിന്റെ കഴിവ്. അത് നീ ഈ ഒരു ഡബിൾ ഫ്രൂട്ടിന്റെ പവറുമായിട്ട് ചേർത്ത് വെച്ച് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ പൈററ്റ്സിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോഴും ആ ഡെവിൾ ഫ്രൂട്ടിന് വേണ്ടി ബ്രോയെ അന്വേഷിച്ച് ആ നാട് മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ ബ്രോ ആണെങ്കിൽ ഇപ്പൊ ലോയുടെ കയ്യിൽ ഒരു ചെറിയ ചിപ്പ് പോലെ എന്തോ ഒന്ന് കൊടുക്കും. എനിക്ക് വേണ്ടി അവസാനമായിട്ട് നീ ഒരു സഹായം ചെയ്യണം. നമ്മൾ മുൻപ് കണ്ട ആ നേവി കപ്പല് അവിടേക്ക് നീ ഇത് എത്തിച്ചു കൊടുക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡെസ്റോസ ഐലാൻഡിനെ രക്ഷിക്കാനായിട്ട് പറ്റൂ. നീ ഒരു ഡോക്ടർ മകനാണ്, നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ കഴിയും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വിട്ട് പോവാം. പിന്നീട് നമ്മുടെ ഇഷ്ടത്തിന് ഈ ലോകം മുഴുവൻ നമുക്ക് ദേശാടനം ചെയ്ത് അങ്ങനെ നടക്കാന്ന് പറയും. അത് കേട്ട് ആണെങ്കിൽ അത് കൊടുക്കാനായി ഇപ്പൊ നേവിക്കാരുടെ അടുത്തേക്ക് പോവും. ട്രഫാൽഗർ ലോ ആണെങ്കിൽ അങ്ങനെ നടന്ന് ഇപ്പൊ ഒരു മിലിറ്ററി ഓഫീസറിനെ കണ്ടുമുട്ടും. അത് മറ്റാരുമല്ല, സാക്ഷാൽ വെർഗോ. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചിപ്പ് അത് വെർഗോയെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം എന്റെ ഒരു ഫ്രണ്ട് ആളവിടെ ഒരുപാട് പരുക്കുകൾ പറ്റി ജീവന് വേണ്ടി പോരാടുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അതിന് വെർഗോയോ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ട്രഫാൽഗർ ലോയോ ആയിട്ട് ആ ബ്രദറിന്റെ അടുത്തേക്ക് വരും. ബ്രോ ആണെങ്കിൽ അവനെ കണ്ട് ഷോക്ക് ആവുകയാണ്. വെർഗോയ്ക്കാണെങ്കിൽ അവനെ കണ്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. എല്ലാം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബ്രോ അവനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ വെർഗോ അവനതൊന്നും കേട്ട് നിൽക്കാതെ അവരുടെ കയ്യിൽ കൊടുത്തയച്ച ആ ഒരു ചിപ്പ് അത് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കുകയാണ്. ആ സീക്രട്ട് മെസ്സേജ് അത് മുഴുവൻ വായിച്ച വെർഗോ അങ്ങനെ കാല് മടക്കി ബ്രോയുടെ മുഖത്ത് ആഞ്ഞ് ചവിട്ടുകയാണ്. ആ ഒരു ചവിട്ടില് ചോര തുളുമ്പി അവൻ തെറിച്ചടിച്ചു വീഴും. ലോ ആണെങ്കിൽ അത് കണ്ട് നിലവിളിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവന്റെ ദേഹത്ത് കൈവെക്കും ചോദിച്ച് കുഞ്ഞൻ ലോ ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ വെർഗോയെ അറ്റാക്ക് ചെയ്യാണ്. അതിന് വെർഗോ ലോയെ പിടിച്ചു വലിച്ച് അങ്ങനെ കഴുത്തിൽ പിടിച്ച് ഉയർത്തും. ഓ, നീയാണല്ലേ ആ വൈറ്റ് ടൗണിൽ നിന്ന് വന്ന ട്രഫാൽഗർ ലോ. ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഇതിൽ നീ ഇടപെടാൻ പാടില്ല. ഇടപെട്ട നിന്നെ ഞാൻ തീർത്ത് കളയും. വെർഗോ ആണെങ്കിൽ ട്രഫാൽഗർ ലോയിൽ ദൂരേക്ക് വലിച്ചെറിയും. ഇവിടെ നമ്മുടെ ബ്രോയ്ക്ക് അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബ്രോ പാസ് ചെയ്ത ആ ഒരു ഇൻഫർമേഷൻ അത് കറക്റ്റായിട്ട് നേവിക്കാരുടെ കയ്യിൽ കിട്ടുകയായിരുന്നെങ്കിൽ ഡോഫ്ലമിംഗോയുടെ കാര്യത്തിൽ തീരുമാനമായനെ. അവന്റെ സർവ്വ സാമ്രാജ്യങ്ങളും കണ്ടെത്തി അടപെടലെ നേവിക്കാര് അവനെ എന്നേക്കുമായിട്ട് പൂട്ടും. പക്ഷേ ഈ വെർഗോ
അവൻ ഡോഫ്ലമിംഗോയുടെ സ്പൈ ആണ്. ഞാൻ ഒരു കാരണവശാലും ഡോഫ്ലമിംഗോയ്ക്ക് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെർഗോ അവനിപ്പോ ബ്രോയ്ക്ക് നേരെ വരും. നിനക്ക് സ്വന്തം ഫാമിലിയെ കഴിഞ്ഞും വലുത് ഈ പയ്യനാണല്ലേ, നിന്നെപ്പോലൊരുത്തൻ ഫാമിലിയെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ഫുൾ സ്ട്രെങ്തിൽ ബ്രോയെ പിടിച്ചു വലിച്ച് അങ്ങനെ പൊതിരെ തല്ലുകയാണ്. അവനാണെങ്കിൽ നിർത്താതെ ഇപ്പൊ ബ്രോയെ തല്ലിക്കൊണ്ടേയിരിക്കും. നീ ചെറുപ്പത്തിൽ ഒളിച്ചോടിയപ്പോൾ തന്നെ നിന്റെ ബ്രദർ ഡോഫ്ലമിംഗോയ്ക്കും ഞങ്ങൾക്കും ഒക്കെ തന്നെ നിന്റെ മേലെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നീ ഇത്രയും വലിയൊരു ചതി അത് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല എന്ന് പറഞ്ഞ് അവനെങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ട്രഫാൽഗറിലേക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുകയാണ്. അവരുടെ ബോഡിയിൽ ഒരുപാട് ബുള്ളറ്റ്സ് ഉണ്ട്. അവൻ മൃതപ്രാണനായി കിടക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാനാണ് വെർഗോയും കൂട്ടി ലോ അവിടേക്ക് വന്നത്. പക്ഷെ അതിപ്പോ ബ്രോയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമായിരിക്കുകയാണ്. അവനാണെങ്കിൽ നോക്കും ആരെങ്കിലും അവനെ രക്ഷിക്കാനോ സഹായിക്കാനോ ഉണ്ടോന്ന്. പക്ഷെ അങ്ങനെ ആരെയും അവനോട് കാണാൻ കഴിയില്ല. ഓ ആണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇപ്പൊ വെർഗോയോട് അവനെ തല്ലരുതെന്ന് പറയും. അത് കേട്ട് വെർഗോ അവൻ ഫുൾ കലിപ്പില് പല്ല് കടിച്ച് ഇപ്പൊ ലോയ്ക്ക് നേരെ വരികയാണ്. ലോ അവനൊരു ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ അവൻ ലോയെ പിടിച്ചു വലിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയില് ലോ തെറിച്ചു പോയി ആട്ടിച്ചു വീഴും. ചോര തുളുമ്പി അവനിപ്പോ അനക്കമില്ല. രണ്ടുപേരും അങ്ങനെ അബോധാവസ്ഥയെ കിടക്കുകയാണ്. ഇവിടെ വെർഗോ അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോഫ്ലമിംഗോയെ കോണ്ടാക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കും അവർ രണ്ടുപേരും ജീവനോടുകൂടെ ഉണ്ടോ. ഇതിന് വെർഗോ പറയും അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ജീവനുണ്ട്. നമ്മുടെ എല്ലാ സീക്രട്സും അവര് ഇത്രയും കാലവും നേവി അറിയിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഡോഫ്ലമിംഗോയെ കാണിക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുള്ള ഐലാൻഡിൽ നിന്ന് ഒരല്പം ദൂരെയായിട്ടുള്ള ഒരു ദ്വീപിലാണ്. അവന് വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് വരാൻ കഴിയും. ഡോഫ്ലമിംഗോയ്ക്ക് ആണെങ്കിൽ അവന്റെ ബ്രദറിന്റെ മേലെ ഒരുപാട് സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്നെ ചതിച്ചു. ഇനി ഒരു കാരണവശാലും നമ്മുടെ ഫാമിലിയിൽ അവനില്ല, നിങ്ങൾ മാത്രമാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് ഇപ്പൊ ഡോഫ്ലമിംഗോ അവനെങ്ങനെ ഫുൾ കലിപ്പില് കലി കയറി നിൽക്കും. ഡോഫ്ലമിംഗോയും അവന്റെ ടീമും നമ്മുടെ ആൾക്കാർ ലക്ഷ്യമാക്കി വരികയാണ്. ആ DS പൈററ്റ്സിനെ ആണെങ്കിൽ അവർ വരുന്ന വഴിയിൽ വെട്ടി വീശിയിട്ടായിരിക്കും അവർ മുൻപോട്ടേക്ക് വരിക. അതുമാത്രമല്ല ആ ഒരു ഡബിൾ ഫ്രൂട്ട് ആ പൈററ്റ്സിന്റെ കയ്യിൽ നിന്ന് മിസ്സായെന്ന് അറിഞ്ഞ് ഇപ്പൊ ഡോഫ്ലമിംഗോ അവൻ ഡബിൾ ഷോക്കാവും. ഇവിടെ വെർഗോ ആണെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ലോയും ഡോയും അവർ രണ്ടുപേരും അവിടെ ഇല്ല. അവരെ ഇപ്പോ അവിടെ കാണാനില്ല. വെർഗോ ആണെങ്കിൽ ഈ കാര്യം എത്രയും വേഗം ഡോഫ്ലമിംഗോയെ അറിയിക്കും. അതിന് ഡോഫ്ലമിംഗോ അട്ടിച്ചു പറയും ഒരു കാരണവശാലും ഈ ഐലാൻഡിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ ബേർഡ് കേജ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഐലാൻഡ് മുഴുവൻ അവൻ ലോക്ക് ചെയ്യാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലോയെ കാണിക്കും. അവൻ പതിയെ കണ്ണു തുറന്ന് ബ്രോയോട് ചോദിക്കും എന്തു പറ്റി, നമ്മളിപ്പോ എവിടെയാ, നമ്മള് ആ വെർഗോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ. അതിന് ബ്രോ പറയും ഇല്ല, ഇപ്പോഴാണ് സത്യത്തിൽ നമ്മൾ ശരിക്കും അപകടത്തിലായത്. ഡോഫ്ലമിംഗോ അവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളടക്കം ഈ ഐലാൻഡിലുള്ള എല്ലാവരും അവന്റെ ട്രാപ്പിൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ അവന്റെ സ്ട്രിങ് പവർ ഉപയോഗിച്ച് ആ പൈററ്റ്സുകളെ പരസ്പരം അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ബ്രോ ആണെങ്കിൽ ലോയോട് പറയും എന്റെ മുൻപിൽ വേറെ വഴിയില്ല, ഞാൻ എൻ്റെ ജീവൻ അത് ത്യജിക്കാൻ പോവാണ്. എന്റെ മനസ്സിൽ എപ്പോഴും എന്റെ ചിരിക്കുന്ന ഈ ഒരു ഫേസ് അതുണ്ടാവണം. ട്രഫാൽഗർ ആണെങ്കിൽ അവനെ നോക്കും. അവനിപ്പോ അവന്റെ പല്ലൊക്കെ കാണിച്ച് ചിരിച്ചു നിൽക്കുകയാണ്. എന്താ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവാതെ ട്രഫാൽഗർ അവനങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.